സർ, കെ എം എബ്രഹാമിനെതിരെ CBI അന്വേഷണം വേണമെന്നാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും പിണറായിക്കെതിരെ വരുന്ന പല കേസുകളും തേഞ്ഞു മാഞ്ഞു പോവുകയാണ്. ഇനിയിപ്പോൾ CBI അന്വേഷണം വരുമ്പോഴും അതും ഇത്തരത്തിൽ തേഞ്ഞു മാഞ്ഞു പോകാൻ സാധ്യതയുണ്ടോ? തേഞ്ഞു മാഞ്ഞു പോകും എന്നുള്ളത് അതിൻ്റെ ഉറപ്പാണ്. അദ്ദേഹത്തിന് അസാധാരണമായിട്ടുള്ള മെയ്വഴക്കമുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്തുതി പാഠകർ പറയുന്ന പോലെ തന്നെ ഏത് കേസും അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴത്തേക്കും കരിഞ്ഞു ചാരമായി പോകും. അത്തരത്തിലുള്ളൊരു നക്ഷത്രമാണ് അദ്ദേഹം. നക്ഷത്രത്തിൻ്റെ അടുത്തേക്ക് ഏത് ഗ്രഹം ചെന്നാലും സൂര്യനല്ല, സൂര്യൻ ഒരു നക്ഷത്രമാണ്. ഏത് നക്ഷത്രത്തിനടുത്തേക്കും ഗ്രഹങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിൻ്റെ അപാരമായ അനന്തമായിട്ടുള്ള ഊർജം കൊണ്ട് അത് നശിച്ച് ഇല്ലാതായി തീരും എന്നാണ്. അതാണ് എന്താ പറയുക, തമോ ദ്രവ്യം ആയിട്ട് തീരുന്നത്, തമോ ഗർത്തമായിട്ടുമൊക്കെ അങ്ങനെ തീരും എന്നാണ് പറയുന്നത്. അതുപോലെയാണ് സൂര്യൻ ജലിച്ചു തീരുമ്പോഴും അങ്ങനെ തന്നെ സംഭവിക്കും. അതിൻ്റെ അനന്തമായിട്ടുള്ള ഊർജം കൊണ്ട് അത് മറ്റു ഗ്രഹങ്ങളെ ഉള്ളിലേക്ക് ആഹ്ലാദിച്ച് പിന്നെ അവിടെ ഫിസിക്സ് എന്ന് പറയുന്നതും ഊർജ്ജതന്ത്രം എന്ന് പറയുന്നതൊക്കെ ഇല്ലാതായി തീരുന്ന ഒരു പ്രതിഭാസത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ. ലാവ്ലിൻ കേസിൽ അതല്ലേ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിരന്തരമായിട്ട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയക്കാരനും കിട്ടാത്ത ഒരു ആനുകൂല്യം അനന്തമായിട്ട് നീട്ടിവെക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് പറഞ്ഞ പോലെ ആയിത്തീരാം. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്ന്, ശിവശങ്കരൻ്റെ കേസിലും അതുപോലെ ലാവ്ലിൻ കേസിലും നിരന്തരമായ ഇടപെടലുകളും പ്രതിഷേധങ്ങളും നടത്തിയ പ്രതിപക്ഷം എന്തുകൊണ്ട് ഇക്കുറി നിസ്സംഗമായിട്ടിരിക്കുന്നു? ഒന്നിപ്പിഴച്ചാൽ മൂന്ന് എന്ന് പറയുന്ന പോലെ തങ്ങൾ ഇടപെട്ട രണ്ട് കേസും ഒന്നും ആകാത്തതുകൊണ്ട് മൂന്നാമത് നിശബ്ദത അല്ലെങ്കിൽ മൗനം ഭജിക്കുകയാണ് എന്ന് ഒരു തീരുമാനത്തിൽ അവരെത്തിയതാണോ? അവിടെ അഹമ്മദാബാദിലെ AICC സമ്മേളനമൊക്കെ ചേർന്ന് വളരെ ശക്തമായിട്ട് DCCകളെയൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോഴും ഒരു DCC പോലും ഇവിടെ കേരളത്തിൽ ഇതുവരെ അനങ്ങിയിട്ടില്ല. ഒരു പഞ്ചായത്ത് പോലും അനങ്ങിയിട്ടില്ല. KM എബ്രഹാം എന്ന് പറയുന്ന അഴിമതിയുടെ വീരനെ കോടതി പറഞ്ഞതാണ്. അദ്ദേഹത്തിനെക്കുറിച്ച് ആദ്യം നടന്ന വിജിലൻസ് അന്വേഷണത്തിൽ അദ്ദേഹം കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി. എങ്ങനെ? അദ്ദേഹത്തിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തനിക്ക് കൊല്ലത്തുള്ളത് തൻ്റെ ഭാര്യയുടെ പേരിലുള്ള സ്വത്താണ്, ഭാര്യയുടെ പേരിലുള്ള സ്വത്താണ്, അതുകൊണ്ട് ഞാൻ ലണ്ടനിലായിരുന്നു, അപ്പോൾ എനിക്ക് റിട്ടേൺ സമർപ്പിക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ വളരെ ദുർബലമായിട്ടുള്ള വാദങ്ങളാണ് ഈ IAS ഉദ്യോഗസ്ഥൻ സമർപ്പിച്ചിരിക്കുന്നത്. ഒരു ശരിക്കും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ജോമോൻ പുത്തമ്പരയ്ക്കൽ എന്ന് പറയുന്ന ആളാണ് ഈ വിജിലൻസ് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നും ഇദ്ദേഹം അഴിമതി നടത്തിയിട്ടുണ്ട്, അതിന് തെളിവുകളുണ്ട്, സ്വത്തുണ്ട്, വരവിൽ കവിഞ്ഞ സ്വത്തുണ്ട് എന്നുള്ള രേഖകൾ സഹിതം കേസ് പഴ്സ്യൂ ചെയ്ത് സ്വയം വക്കീലായിക്കൊണ്ട്, ഒരു വക്കീൽ പോലും ഇല്ലായിരുന്നു അദ്ദേഹത്തിന് വാദിക്കാൻ. KM എബ്രഹാമിന് 2 വക്കീലന്മാരുണ്ടായിരുന്നു. ആ വക്കീലന്മാരെ തോൽപ്പിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള അഴിമതി കേസ് നിലനിൽക്കും. അത് വിജിലൻസിൻ്റെ അന്വേഷണം തള്ളിക്കളഞ്ഞു. വിജിലൻസ്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കീഴിൽ വരുന്ന വിജിലൻസ് വകുപ്പിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് കേന്ദ്രത്തിൻ്റെ CBI വന്ന അന്വേഷണം നടത്തുമെന്ന് ഉത്തരവിട്ടിരിക്കുന്നത്. ഈച്ച വിലങ്ങ് പറക്കാൻ കഴിയില്ല. ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടാൽ അത് നടത്തിയേ പറ്റൂ. എന്നിട്ടും നാണമില്ലാതെ അധികാര കസേരയിൽ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിട്ട് കടിച്ചു തൂങ്ങിയിരിക്കുകയാണ്. ഇപ്പോഴും നിലവിലും ആ ഒരു പദവിയിൽ നിന്ന് മാറിയിട്ടില്ല, മാറ്റാൻ ശ്രമിച്ചിട്ടില്ല. ഹൈക്കോടതി ഇത്തരത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ട് പോലും അതിൽ യാതൊരു കുലുക്കവുമില്ല. ശിവശങ്കരൻ്റെ കാര്യത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. ആരോപണങ്ങൾ കൊണ്ടൊരു മന്ത്രിസഭ തന്നെ നാറി നാറി നശിച്ചു തുടങ്ങിയിട്ടും നാട്ടിലാകെ അതിൻ്റെ ദുർഗന്ധം പരന്നിട്ടും അധികാര കസേരയിൽ അദ്ദേഹത്തെ അരിയിട്ട് വാഴിക്കുകയാണല്ലോ ഈ മുഖ്യമന്ത്രി ചെയ്തത്. അവസാനം ഒരു നിൽക്കക്കള്ളിയും ഇല്ലാതാണ് അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നത്. അപ്പോഴും അധികാര കസേരയിൽ അദ്ദേഹം തുടർന്നു. ഉത്തരവാദിത്വം എല്ലാം ഉള്ളത് മുഖ്യമന്ത്രി. പറയുന്ന ദുർഗന്ധം നമ്മുടെ ജനങ്ങൾക്ക്, നമ്മുടെ നാടിന് മാത്രമല്ലല്ലോ, LDF സർക്കാരിന് കൂടിയല്ലേ, ഈ പറഞ്ഞതുപോലെ LDF എന്ന് പറയുന്ന ആ ഒരു പാർട്ടിക്കും കൂടെ അല്ലേ, എല്ലാം LDFന് ഏറ്റവും ആ ഒരു പാർട്ടിയല്ലേ എന്ന് പറഞ്ഞത്. അവരുടെ ഒരു ചിന്തകളും ചിന്താഗതികൾക്കുമല്ലേ പ്രശ്നങ്ങൾ. എന്നിട്ടും പാർട്ടി ഇതിനെതിരെ പ്രയോഗിക്കുന്നില്ല. ഓക്കെ, ശരിയാണ്, തങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെ തങ്ങൾ ഭരിക്കുന്ന ഭരണത്തിൽ നിന്ന് താഴോട്ടിറങ്ങാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം അവരിൽ ഒരു എതിർവാക്കുണ്ടായി കഴിഞ്ഞാൽ അവരെ സാരമായി ബാധിക്കും. പക്ഷെ എന്നിരുന്നാലും ചില കാര്യങ്ങൾ കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുന്നത് അവരറിയുന്നില്ലല്ലോ. അവിടെ നമുക്ക് ഒരു കാര്യമുണ്ട്. സ്റ്റാലിനെതിരെ ഒരൊറ്റ ആൾ പോലും സംസാരിക്കാൻ CPSUവിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന പോലെ അവരുടെ അവസ്ഥ നമുക്ക് മനസ്സിലാകാം.
പക്ഷേ ഇടതുപക്ഷം കൊണ്ട് താങ്ങിക്കൊണ്ടിരിക്കുകയാണ്, കഴിയാവുന്നിടത്തോളം താങ്ങിക്കൊണ്ടിരിക്കുന്നു. ബിനോയ് വിശ്വം ഒരു വാക്ക് പറഞ്ഞ് പിന്നെ മിണ്ടാട്ടമില്ലാണ്ടായിരിക്കുന്നു. അതുപോലെ ഈ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ്റിനെ പിന്താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടെ ചേർന്ന് മത്സരിച്ചുകൊണ്ട്. അതുപോകട്ടെ, ഭരണകക്ഷിയുടെ ആ പരാധീനത നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ പ്രതിപക്ഷം ഒരൊറ്റയാൾ ഇന്ന് ഇതിനു വേണ്ടി എതിരെ പ്രതിഷേധിച്ചിട്ടുണ്ടോ? അല്ലാത്ത ഏത് കാര്യത്തിനും സെക്രട്ടേറിയറ്റ് വരികയും ജലവീരങ്കികളെ നേരിട്ടുകൊണ്ട് അവിടെ സമരങ്ങൾ നടത്തുകയും ചെയ്യുന്നു. എന്തായി മിണ്ടാട്ടമില്ലാതെ പോയത്? ഇപ്പോൾ CMRL കേസ് നമുക്ക് പറയാം, ആ പ്രതിപക്ഷ നേതാക്കളുടെ പേര് കൂടി ഉണ്ട്, അതുകൊണ്ടാണ് കൂടുതൽ പോകാത്തതെന്ന്. ശരി, സമ്മതിച്ചു. അപ്പോൾ നിങ്ങളും പ്രതികളാണ്. പക്ഷേ ഈ കേസിൽ നിങ്ങൾ പ്രതികളല്ലല്ലോ. അഴിമതി വീരനായിട്ടൊരു ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു ഇവിടെ, അതാണ് KM എബ്രഹാം. അഴിമതി വീരനാണെന്നുള്ള സംശയം അദ്ദേഹം സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കെ അദ്ദേഹത്തിനെ പിടിച്ച് പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറി ആയിട്ട് മാറ്റി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തെ പിന്നെയും പ്രോത്സാഹിപ്പിക്കുന്ന പോലെ, അഴിമതിയെ പിന്നെയും പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ കിഫ്ബിയുടെ ചെയർമാനുമാക്കി വെച്ച് വാഴിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തെ പരിപോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ പോലും ഒരു വാക്ക് പറയാൻ തൻ്റെ ഇടമില്ലാത്ത ദുർബലമായിട്ടുള്ള നിസ്സംഗമായിട്ടുള്ളൊരു പ്രതിപക്ഷമാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ദൗർഭാഗ്യം. അഴിമതിയിൽ മുങ്ങിക്കളിച്ചു നിൽക്കുന്നു എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും ഒരു വാക്ക് പറയാതെ, വഖഫ് ബില്ലിനെക്കുറിച്ച് എന്തോ പരാമർശം നടത്തിയെന്ന് പറഞ്ഞത് മോദിയുടെ കർണക്കുറ്റി കേട്ട് വലിയൊരു അടിയാണ് എന്ന് അവകാശപ്പെട്ടവർ തന്നെ ഹൈക്കോടതി ഇങ്ങനൊരു ഉത്തരവിട്ടിട്ടും എന്തുകൊണ്ടിങ്ങനെ നിസ്സംഗമായിട്ട് നിൽക്കുന്നു? ഇവരുടെ പരാജയത്തിന് വേറെ കാരണം വല്ലതും വേണ്ടോ? പിണറായി വിജയനൊരു 3-ാം ഊഴം കിട്ടാൻ വേറെ കാരണം വല്ലതും വേണ്ടോ? ഇങ്ങനെ തന്നെ അദ്ദേഹം 3-ാം ഊഴവും വീണ്ടും വരാനുള്ള സാഹചര്യം ഇക്കോസിസ്റ്റം ഒരുക്കി വയ്ക്കുകയാണോ പ്രതിപക്ഷം എന്ന് സംശയം. പക്ഷേ ഇതിനിടയിലുള്ള ഒരു BJP മിണ്ടുന്നില്ല, BJPക്ക് വരാനൊക്കെ. അത് പാർട്ടികളുടെ ഇടയിലുള്ള ഒരു ധാരണയാവില്ലേ പല ഈ പറഞ്ഞതുപോലെ പല കേസുകളും തേഞ്ഞു മാഞ്ഞു പോകുന്നത്? ഈ പാർട്ടികൾ തമ്മിലുള്ള ധാരണയും ഇപ്പോൾ കോടതിയെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പോക്കും പല അഴിമതി കേസുകളും ചുരുങ്ങി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത്. നാടിനെ അത് സാരമായി ബാധിക്കത്തില്ല? അല്ല, നോക്കണം. ഇനിയിപ്പോൾ CBI അന്വേഷണം എന്നൊക്കെ പറഞ്ഞാലും അത് എത്രമാത്രം അത് വിജയത്തിലേക്ക് കിടക്കും? തെരഞ്ഞെടുക്കപ്പെട്ടവരും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ളവരുമാണ് ഈ MLA-മാരെല്ലാം, പ്രതിപക്ഷ MLA-മാരുൾപ്പെടെ. അവരാണ് ഈ തികഞ്ഞ നിരുത്തരവാദിത്വം കാണിക്കേണ്ടത്. കേസ് തേഞ്ഞു മാഞ്ഞു പോകും, അത് കോടതിയുടെ കാര്യം. പക്ഷെ നിങ്ങളുടെ കർത്തവ്യം എന്താ? ഈ അഴിമതിയെ ചൂണ്ടിക്കാണുക എന്നുള്ളതാണ്. കേവല വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു പൊതുപ്രവർത്തകനായ ജോമോൻ പുത്തമ്പുരയ്ക്കൽ അഭയ കേസിലും അദ്ദേഹം തന്നെയായിരുന്നു കഠിന പ്രയത്നം നടത്തിക്കൊണ്ട് കള്ളന്മാരെ പുറത്തു കൊണ്ടുവന്നത്. അദ്ദേഹം തന്നെ, ആ സഭ അദ്ദേഹത്തിനെതിരായി. ആ മനുഷ്യൻ തന്നെയാണ് ഏകാംഗ പട്ടാളമായി, ഒറ്റയാൾ പട്ടാളമായിട്ട് ഇതിനെതിരെ പോരാടി. ഒരു വലിയ പണക്കാരനായിട്ടുള്ള ആളൊന്നുമല്ല, ആ ഏകാംഗ പട്ടാളക്കാരനായി നിന്ന് പോരാടിക്കൊണ്ട് ഈ ഹൈക്കോടതിയിൽ കേസ് ജയിച്ച് നിൽക്കുന്നത്. എന്നിട്ട് അദ്ദേഹത്തിനോടൊരു നല്ല വാക്ക് പറയാൻ പോലും പ്രതിപക്ഷം തയ്യാറായില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരൊറ്റയാൾ, കേരളത്തിലെ നമ്മളെല്ലാം വോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ മാത്രം വിസിൽ ബൗളറായിട്ട്, കോടതി ആ വാക്കാണ് ഉപയോഗിച്ചത്, അദ്ദേഹത്തെ വിസിൽ ബൗളറായിട്ട് നിന്നുകൊണ്ട് ജയിച്ച ഒരു കേസാണിത്. എന്നിട്ടും അദ്ദേഹത്തിനെ ആ പദവിയിൽ തുടരാൻ അനുവദിക്കുക എന്ന് പറയുന്നത് എന്തൊരു ഭരണമാണത്? അപ്പം ജനങ്ങളുടെ, ഇറ്റ് ഈസ് എബവ് ദി വിൽ ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ഇച്ഛാശക്തിക്ക് മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറിയാലാണ്, ഒരു കിഫ്ബി ചെയർമാനാലാണ് ഇന്ന് നമ്മൾ ഭരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിനാണ് ശമ്പളം കൊടുക്കാൻ നമ്മളുടെ നികുതി പണം കൊടുക്കുന്നത്. ഇതിൽ പരം ഒരു അനീതി ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രത്തിലോ ഭൂതകാലത്തിലോ വർത്തമാനകാലത്തിലോ നടന്നിട്ടില്ല. എന്നിട്ടാണ് നിർലജ്ജം മറ്റുള്ളവരുടെ നേർക്ക് വിരൽ ചൂണ്ടുന്നത്.